നമ്മുടെ സെബക്കുട്ടി, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. അവൾ വളരെ ആക്റ്റീവായിട്ട് ഇന്ന് പുല്ല് കഴിച്ചു. ഇന്നത്തെ തിയേറ്ററിൽ മൊത്തം ഒരു ചുമപ്പ് മയമാണ് കണ്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ചുമപ്പായതുകൊണ്ട് ഈ വീട്ടിൽ എന്നെ കാണിച്ചപ്പോൾ ഞാനും ചുമന്ന് ആണ്. അപ്പം കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ കണ്ടു. ഒന്നും പറയാനില്ല, ബ്യൂട്ടിഫുൾ മൂവി. ചുമ്മാ പറയാനല്ല, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ സെപ്പക്കുട്ടി ഉഷാറായിട്ടിരിപ്പുണ്ട്. എന്തായാലും ഇന്നലത്തേക്ക് ഞങ്ങൾ പുള്ളിക്കാരി ഉഷാറായിട്ടുണ്ട്. ഇന്നലെ ട്രിപ്പ് കൊടുത്തപ്പോഴത്തേക്കും ആഷാട്ടി ഓക്കെ. മരുന്ന് കൊടുത്തു രാവിലെ. ഇന്നലെ മരുന്ന് കൊടുത്തത് ഷൂട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇന്ന് ഷൂട്ട് ചെയ്തിരുന്നു. കാണണമെന്ന് ആഗ്രഹമുണ്ട്, കാണിച്ചു തരാം. ഷൂട്ട് ചെയ്തില്ല, വൈകുന്നേരം. ഇതുണ്ട്, കൈ കാണിച്ചേ മോളെ. കൈ കാണിച്ചേ നോക്കട്ടെ. ഒരു മിനിറ്റ് ഒന്നും ചെയ്യത്തില്ല, നോക്കട്ടെ. ഇങ്ങോട്ടിരിക്കും. ആ ജസ്റ്റ് ആ കൈയൊന്ന് കാണിച്ചേ. നിൽക്ക് പോലെ ഒന്നും ചെയ്യത്തില്ല നോക്കട്ടെ. കണ്ടോ കൈ ഇരിക്കുന്നുണ്ട. ഇന്നലെ ഇഞ്ചക്ഷൻ വെച്ചിട്ടേ. ഇപ്പോൾ ഈ കാണുന്ന വീക്കത്തിനൊക്കെ ഞങ്ങൾക്ക് നല്ല വീക്കം ഉണ്ടായിരുന്നു. കണ്ടോ, ഇതിനൊക്കെ ഞാൻ കൂടുതലുണ്ടായിരുന്നു ഇന്നലെ. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞതാ. ഇപ്പോഴല്ല, ഇന്നലെ കുറഞ്ഞായിരുന്നു. അത് കിടന്നു കേട്ടോ. മെഴുക്കിക്കുട്ടിയാണേ. സിനിമ നമുക്കാണ് കിഷ്കിന്ധാകാന്ഡം. നമ്മുടെ ഒരു കസിനുണ്ട്. നമ്മുടെ കസിനുണ്ട് കൂടെ. അല്ല, കസിനുണ്ട് കൂടെ. പക്ഷെ പുള്ളിക്കാരനെ വീഡിയോയിൽ കാണിക്കുന്നില്ല, എന്നെ മാത്രമായിരിക്കും കാണുക. അപ്പം കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ കണ്ടു. ഒന്നും പറയാനില്ല, ബ്യൂട്ടിഫുൾ മൂവി. ചുമ്മാ പറയാനല്ല. ആസിഫ് അലിയുടെ അഭിനയമായാലും, വിജയരാഘവൻ്റെ അഭിനയമായാലും, അപർണ ബാലമ്മയുടെ അഭിനയമായാലും, അശോകൻ്റെ അഭിനയമായാലും, അങ്ങനെ എല്ലാവരുടെ അഭിനയമായാലും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ആരായാലും ശരി, അശോകനായിക്കോട്ടെ, ആസിഫിലായിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവരവരുടേതായ റോള് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റോറിയും ഭയങ്കര ടച്ചിങ് ആണ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എനിക്ക് സ്റ്റോറി ഫുള്ള് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് സ്പോയിലർ ടൈം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്പരം കൺസേൺ ആയിട്ടുള്ള കുറേ പേരുണ്ടാവില്ലേ, അല്ലേ? നമുക്കൊരാളെ അറിയാം, അയാൾ എന്താണെന്നറിയാം, അയാൾ എങ്ങനെയാണെന്നറിയാം. അയാളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അയാളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല, അയാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അയാളുടെ കൂടെ നമ്മൾ അയാളെ സപ്പോർട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവില്ലായിരിക്കാം അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നും നമ്മൾ അയാളുടെ കൂടെ ഉണ്ടെന്നും ഒക്കെ. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു ഹാൻഡ് സപ്പോർട്ട് അയാളുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മളത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പരസ്പരം കൺസേൺ ആയിട്ട് മുൻപോട്ട് പോകുന്ന നമ്മുടെ ഒരു ജീവിതമില്ലേ, അങ്ങനെ ആരിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമ വല്ലാണ്ട് കണക്ട് ചെയ്യും. ഇതിൻ്റെ ഒരുപാട് പാട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ലേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതൊക്കെ ഒന്നും പറയാം, അമേസിങ് ആയി. അപ്പോൾ കാണാൻ വരുന്നവർ പോയി കാണുക. പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ പോയതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറകെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ കണ്ടിട്ട് വീഡിയോ എൻഡ് ചെയ്തോ. ബൈ. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ബൈ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കയറിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ടും ഒരാൾക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഇങ്ങനെയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഞങ്ങളാണ് ആദ്യം കയറിയെന്ന് തോന്നുന്നു. കണ്ട, ഇന്നത്തെ തിയേറ്ററിൽ മൊത്തം ഒരു ചുമപ്പ് മയമാണ് കണ്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ചുമപ്പായതുകൊണ്ട് ഈ വീട്ടിൽ എന്നെ കാണിച്ചപ്പോൾ ഞാനും ചുമന്ന് ആണിരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ
ഈ സിനിമയായിട്ട് കുറേ നാളായിട്ടോ, പക്ഷേ ഇപ്പോഴും ചാനലുകാർ വന്നിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട്. ആ വീഡിയോ അവിടെ വരുമെന്ന് എനിക്കറിയില്ല. അവരെന്നെ ഷൂട്ട് ചെയ്തു, അവരെ ഞാൻ ഷൂട്ട് ചെയ്തു. അതാണ് കോമഡി. ഇതാ കണ്ടോ, ആ ചേച്ചി എന്നോട് റിവ്യൂ ചോദിച്ചു, ഞാൻ ആ ചേച്ചിയോട് റിവ്യൂ പറഞ്ഞു. അത് ശരിക്കും കഴിഞ്ഞില്ല. പിന്നെ എൻ്റെ കൂടെ വന്നാൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഇത് തവ എന്നുള്ള റെസ്റ്റോറൻ്റാണേ. ഞങ്ങളെപ്പോഴും ഇവിടെയാണ് പോകുന്നത്. എപ്പോഴും നല്ല മിക്കവാറും ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്പോട്ടാണ് തവ റെസ്റ്റോറൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോയി ബിരിയാണി കഴിക്കാൻ. വല്ലപ്പോഴും ഒക്കെയാണ്, എപ്പോഴും അല്ല. നമ്മുടെ സെബക്കുട്ടി, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. അവൾ വളരെ ആക്റ്റീവായിട്ട് ഇന്ന് പുല്ല് കഴിച്ചു. പുല്ല് അവരുടെ ഡൈജഷൻ പ്രോസസ്സിന് കഴിക്കുന്നതാണ്. അതല്ലാതെ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. അങ്ങനെ അവൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. നമ്മളിട്ട 2 വീഡിയോസും, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടിട്ട വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് നന്ദി. അവൾക്കിപ്പോൾ ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്. അപ്പം അവളിന് ഉഷാറായിക്കോളും. ഞങ്ങൾ വന്ന് കയറിയുള്ളൂ, അന്നേരമാണ് അമ്മച്ചി അവളെ കൊണ്ട് നിൽക്കുന്നുണ്ടേ. അതാണ് ഞാൻ അവളുടെ കയറും മറ്റും പിടിക്കാതിരുന്നേ. അമ്മച്ചി അവളെ കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. നല്ല വേദന ഉണ്ടോ കഴിക്കും? ഒന്നും ചെയ്യാൻ വിചാരി. അതുകൊണ്ട് കൈ നോക്കണേ. വയ്യത്ത് ഇവിടെ പിടിക്കരുത്, ഇവിടെ ഇതാ മൂക്ക് കേട്ടോ. ഞാൻ ഇത് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. ഒത്തിരി കൊടുക്കാടാ, ഇറക്കട്ടെ, ഇറക്കി. വൃത്തിയിട്ടവനെ നീ എന്നെ പിടിച്ചു വെച്ചിട്ട് മരുന്ന് ഇടാന്നാ പറയുന്നത്. ഇതോടെ എപ്പോഴും കഴുകിയും വെക്കണം കേട്ടോ. ഉപ്പായ മൊത്തം ഇറക്കിയടോ. എല്ലാം ഇറക്കിയാലും ഒത്തിരി വായിച്ചില്ല.